നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സാന്ദ്ര വന്നു പോയതിനു ശേഷം സുധീഷിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം അവര് സുധീഷ് സുഭാഷ് എല്ലാരും കൂടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് ചോദിച്ചു, എന്താടാ ആകെപ്പാടെ നാണക്കേടായി പോയില്ലേ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. എന്ത് നാണക്കേട്? അല്ല, അവർ ഈ വീട്ടിലേക്ക് വന്ന സമയത്തെ നമ്മുടെ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് വിചാരിച്ചു കാണും? നികേഷ് പറഞ്ഞു, അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, അത് മാത്രമല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് ആകെപ്പാടെ നാണക്കേട് തോന്നേ. ബാത്റൂം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കാണാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ബാത്റൂമിൽ കയറിയോ അവര്? അതേന്നെ, എന്ത് ചെയ്യാനാ, ആ സമയത്ത് ബാത്റൂം ക്ലീനും ആയിരുന്നില്ല. അവരാണെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ടാ പുറത്തേക്ക് ഇറങ്ങി വന്നേ. അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് ചോദിച്ചു, അല്ല നിങ്ങൾ ബാത്റൂം ക്ലീൻ ആക്കിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ആ തിരക്കിനിടയ്ക്ക് അത് മാത്രം വിട്ടുപോയി, ഞാനും നിധി അടുത്തയെല്ലാം ഉണ്ടായിരുന്നുള്ളേ. അപ്പോഴേക്കും നിധി അടുത്തയുടെ ഏടത്തി അമ്മയും വന്നു. പിന്നെ ആ കാര്യം മറന്നുപോയി, വാഷ്റൂമിൽ പോണെന്നും പറഞ്ഞു അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിച്ചു കാണും നമ്മളെക്കുറിച്ച്? ഇത്രയും ആണുങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു നല്ല ബാത്റൂം പോലും ഇല്ലെന്ന് വിചാരിച്ച് കാണത്തില്ലേ? സുഭാഷ് പറഞ്ഞു, ഇത്രയ്ക്കൊന്നും ഞാനും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. ഈ സമയം സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സുഭാഷ് ഏട്ടെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ പറയുന്നൊക്കെ ശരി തന്നെയാ, കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിധി അവിടെ അത്ര നല്ല ഇതിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നേ, കാരണം വീട്ടിൽ 5-8 ജോലിക്കാരെല്ലാം ഉണ്ടായിരുന്നു. അത്ര നല്ല സെറ്റപ്പോടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്, അത്ര വലിയ വീടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ടാണ് അവൾ ഇങ്ങനത്തെ ബാത്റൂം പോലും കണ്ടിട്ടുണ്ടായിരിക്കുക, ഇങ്ങനത്തെ വീടും കാര്യങ്ങളും ഒക്കെ. അവൾ എങ്ങനെ ഈ വീട്ടിലിപ്പം കഴിയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവളോട് ഇവിടെ നമ്മൾ നിൽക്കാൻ പറഞ്ഞു, പക്ഷേങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിൽക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു പോലും ഇല്ലെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അത് ശരിയാ. ഹരീഷും നികേഷും ഒക്കെ അത് ശരിവെക്കുന്നുണ്ട്. പിന്നീട് അവരൊക്കെ കിടന്നുറങ്ങിയാലും സുധീഷിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ സുധീഷ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് വന്നിട്ട്, ചെന്താടാ ഭയങ്കര ആലോചന? അത് പിന്നെ സുഭാഷ് ഏട്ടാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പറഞ്ഞു. ഹരീഷ് ചോദിച്ചു, നിനക്ക് എന്താ എത്ര ആലോചന? അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു പുതിയൊരു ബാത്റൂം പണിതാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, പുതിയ ബാത്റൂമോ? അതെ. അതെന്തിനാ ഇപ്പൊ പുതിയ ബാത്റൂമോ? ഒരു ബാത്റൂം മാത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളുന്നതാണോ? നമുക്ക് വേണ്ടിയിട്ടല്ല, നിധിക്ക് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാണം കിട്ടു പോകാൻ ഇടവരില്ല. അതുകൊണ്ട് നമുക്കൊരു ബാത്റൂം പണിയാന്ന് പറഞ്ഞു. സുഭാഷേട്ടൻ മേസ്തിരി അല്ലേ, അപ്പൊ പിന്നെ സുഭാഷേട്ടന് പണിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, മേസ്തിരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പൈസ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, എത്ര രൂപ വേണേലും ഞാൻ മുടക്കും, സിമെന്റും കട്ടയും അതുപോലെ മണലും എല്ലാം കൊണ്ടുള്ള പണം ഞാൻ തന്നോളാം. സുഭാഷേണ് എത്ര രൂപയൊന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ അത് എവിടെയാ പണിയുന്നത്, എങ്ങനെയാ പണിയുന്നത്, അതിന്റെ അളവൊക്കെ എടുത്താലേ എത്ര രൂപയാന്ന് പറയാൻ പറ്റുള്ളൂ. സുധീഷ് പറഞ്ഞു, അതൊക്കെ സുഭാഷേനെ എടുത്തോ, ഞാൻ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, വേണ്ട കേട്ടോ സുഭാഷ് ഏട്ടാ, അവസാനം കുഴി കൊണ്ടേ തള്ളിയിട്ടിട്ട് പറയും, ഇനി സുഭാഷേട്ടൻ തന്നെ പൈസ മുടക്കോ, എൻ്റെ ഈ പൈസയൊന്നും ഇല്ലാന്ന് പറയും. പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെയോ പറയത്തുള്ളൂ, അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഹരീഷ നീ മിണ്ടരെന്ന് പറഞ്ഞു. മിണ്ടി എന്ത് ചെയ്യൂടാ, എപ്പോഴും നീ ഇങ്ങനെയല്ലേ ചെയ്യുന്നേ, 5 പൈസ എപ്പോഴും മുടക്കാറുണ്ടോ? എല്ലാ സുഭാഷേന്റെ കയ്യിൽ നിന്ന് മുടക്കിക്കും. എന്നിട്ടോ വീരവാദത്തിനോ ഒരു കുഴപ്പമില്ല, തള്ളി അങ്ങോട്ട് മറിക്കൂലേ. ഒടുവിൽ രണ്ടുപേരും കൂടെ അടിയായി. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, രാവിലെ തന്നെ തുടങ്ങിയോ പടാ. ഇത് കണ്ടോണ്ട് നിധി എങ്ങാനും വന്നാൽ പിന്നെ തീർന്നു, വെറുതെ എന്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ, രണ്ടെണ്ണത്തിനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് ദേഷ്യപ്പെടുവാണ്. സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക, ഞാൻ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമല്ലേ. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ശരി സമ്മതിച്ചു, പക്ഷെ എവിടെ പണിയണം എന്നൊക്കെ ചിന്തിക്കണ്ടേന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്താലോ, നമുക്കിവിടെ തന്നെ പണിതാലോ എന്ന് ചോദിച്ചു. ആ സമയം സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, പണിയാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ, ഇവിടെ പണിയാം. അപ്പോഴേക്കും നികേഷ് വെച്ചിട്ട്, നമ്മൾ ബാത്റൂം പണിയുമ്പോഴത്തേനും അപ്പുറത്തേനും ഇപ്പം പ്രശ്നമാകുമോ, വല്യച്ഛനൊക്കെ പ്രശ്നമാക്കിയിട്ട് വരുമോ എന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരിടണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുന്നവർ നമ്മൾ തലയിൽ കയറി നിരങ്ങും. നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവർ വീണ്ടും വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ബാത്റൂം പണിയുന്ന സമയത്ത് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നമ്മളതിനെ എതിരെടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു
സുഭാഷ് പറഞ്ഞു ശരി ആയിക്കോട്ടെ. പിന്നീട് സുധീഷ് പറഞ്ഞു അതെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുക, എന്നിട്ട് എത്ര രൂപയാവുമെന്ന് പറയാൻ പറഞ്ഞു. സുഭാഷ് എല്ലാം ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ പണിയല്ലേ. എന്നിട്ട് സുഭാഷ് ഇങ്ങനെ മേസ്ത്രി ആയതുകൊണ്ട് അളവും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു അത്യാവശ്യം വലിപ്പം വേണം, കുളിക്കാനുള്ള സ്പേസും പിന്നെ അതുപോലെ തന്നെ പിന്നെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. സൈഡിലായിട്ട് ഒരു വാഷിംഗ് ബേസിൻ എല്ലാം പിടിപ്പിക്കണം, ഒരു സിങ്കൊക്കെ പിടിപ്പിക്കണം, കാരണം പല്ല് തേക്കാനൊക്കെ ആയിട്ട് എല്ലാം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് ഇങ്ങനെ നോക്കി സുഭാഷിനെ, എന്നിട്ട് പറഞ്ഞു സുഭാഷ് ഏട്ടാ ഇവനിങ്ങനെയൊക്കെ പറയും, അവസാനം പൈസയുടെ കാര്യം വരുമ്പോഴാ നീ ഒന്നും മിണ്ടാതിരിക്കുക എൻ്റെ ഹരീഷ് എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെടുവാണ്. പിന്നീട് എല്ലാം നോക്കി പ്ലാനൊക്കെ വരച്ചു. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു അതെ ആ സൈഡിലായിട്ട് ഒരു ബാത്ത് ടപ്പും കൂടെ പിടിപ്പിച്ചാലോ, ഈ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ എങ്ങനെയാ, നല്ലല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഹരീഷ് ഒന്ന് നോക്കി, കൊള്ളാലോ നിന്റെ മോഹം, ഇത് ഇത്ര അതിമോഹമായി പോയില്ലെന്ന് പറഞ്ഞു. ഇച്ചിരി അതിമോഹമായി പോയില്ലേ, എങ്കിൽ വേണ്ട, എങ്കിൽ അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് ഇങ്ങനെ എത്ര രൂപയാവും അങ്ങനെ ഇങ്ങനെയെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒരു 1,00,000 രൂപയെങ്കിലും ആവുമെന്ന് പറഞ്ഞു. 1,00,000 രൂപയോ, കണ്ണ് തള്ളിപ്പോയി സുധീഷിന്റെ. ഞാൻ വിചാരിച്ചു കുറച്ച് പൈസ ആവുള്ളെന്ന്, കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എടാ കുറച്ചുകൂടെ എങ്ങനെ കുറയ്ക്കണേ, എന്റെ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ അല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ, പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, സാധനങ്ങൾ മേടിച്ചാൽ മാത്രം പോരല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ, ആള് 1-2 പണിക്കാരെയൊക്കെ വിളിക്കണം, പിന്നെ വയറും കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്ലംബിങ് ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണ്ടേന്ന് ചോദിച്ചു. ഒടുവിൽ ഹരീഷ് പറഞ്ഞു കണ്ടോ പൈസയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് ഒഴിഞ്ഞു മറന്ന് കണ്ടോന്ന് ചോദിച്ചു. ഒടുവിൽ സുധീഷ് പറഞ്ഞു എങ്ങനെയാണെങ്കിലും പണിതേ മതിയാവുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പാവം നികേഷ് അകത്തേക്ക് ഓടിപ്പോയി, അവന്റെ കുടിക്കകത്ത് കുടുക്ക പൊട്ടിച്ച് ഒരു 14,000 രൂപ എടുത്തോണ്ട് വരുവാണ്. അതെ ഇത് വെച്ചോ, ഇത് എൻ്റെ കയ്യിലുള്ളെന്ന് പറഞ്ഞ് സുഭാഷിന് കൊടുക്കുവാണ്. ഇതെന്താടാ, അതെ കടയിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പൈസയും ബാലൻസ് വരില്ലേ, അതൊക്കെ ഞാൻ സ്വരൂപിച്ച് വെച്ചിരുന്ന, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാന്ന് ഓർത്തോണ്ട്, ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നില്ലേ, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ വെച്ചോ, ഇതെന്റെ ഒരു വിഹിതമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു വേണ്ട വേണ്ട, ഇത് നീ അവിടെ കൊണ്ടുപോയി വെച്ചോ, നിന്റെ പഠിപ്പിന്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു. അത് സാരില്ല എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു വേണ്ടടാ, ഇതും കൊണ്ടൊന്നും ആകത്തില്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവനോട് അത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന, ഞാൻ കുറെ സമയമായിട്ട് ശ്രദ്ധിക്കുന്ന, എന്നെ കൂട്ടാക്കാതെ നിങ്ങൾ 4 പേരും കൂടി എന്തോ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല ഇതെന്താ അവിടെ വരച്ചൊക്കെ ഇട്ടിരിക്കുന്നേ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു ബാത്റൂം പണിയാനാന്ന് സുഭാഷ് പറയണം. ബാത്റൂം എന്താ ഇപ്പം ബാത്റൂം പണിയാനായിട്ട്, അതിനകത്ത് ബാത്റൂം ഉണ്ടല്ലോ. സുധീഷ് പറഞ്ഞു അത് നിധിക്ക് പോകാൻ പറ്റുന്നല്ലോ, ഞാൻ ഇത്രയും നാള് അതിനകത്തല്ലേ പോയിക്കൊണ്ടിരുന്നേ, പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ. അത് പിന്നെ നിധിയുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിലേ അത് ബുദ്ധിമുട്ടാവില്ലേ, പിന്നെ ഇനിയിപ്പോൾ ആര് വരാനായിട്ടാ, സാന്ദ്രയത്തി ഒന്ന് വന്നെന്ന് കരുതിയിട്ട് ഇനി വരാനൊന്നും പോകുന്നില്ല, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ബാത്റൂം ഒന്നും പണിയുണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ നമ്മൾ സുഭാഷ് പതിക്ക് അങ്ങോട്ട് പോയി, ഹരീഷും പോയി, ആ കൂടെ നികേഷും അങ്ങോട്ട് പോവാണ്. ഈ സമയം സുധീഷിനോട് ദേഷ്യപ്പെട്ടു. നിധി എന്തിനാ വേണ്ടാത്ത ചെലവൊക്കെ ഉണ്ടാക്കുന്നത്, എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ നിധി നിന്നോട് ഇവിടെ ഞങ്ങളൊക്കെ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ നിനക്ക് ഇവിടെ നിൽക്കാനുള്ള ജീവിത സൗകര്യം ഉണ്ടോയെന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ശരിക്കും നല്ലൊരു ബാത്റൂം പോലും ഇല്ല, ഇപ്പോഴെനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാകുന്നേ, അതുകൊണ്ടാണ് ഒരു ബാത്റൂം പണിയാന്ന് വിചാരിച്ചേ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് കയറിപ്പോയി. നിധിക്ക് ഭയങ്കര സങ്കടമായി, താൻ കാരണം ഇവർക്ക് വിഷമമായല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നോണ്ട് ഒന്നൊരു ചിന്ത. പിന്നീട് ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വന്നു. വർക്ക്ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്തു ഇറങ്ങി വന്നു. ചന്തുനോട് ചോദിച്ചു എടാ ആരെങ്കിലും വന്നോന്ന് ചോദിച്ചു. 1-2 പേര് വന്നിട്ടുണ്ടായിരുന്നു, 1-2 വണ്ടിയും വന്നിട്ട് പോയി. അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹരീഷ് ഇടം വരുന്നുള്ളെന്ന് പറഞ്ഞു. പിന്നെ കുറെ പണിയുള്ളൊരു വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല വേറെ ആരെങ്കിലും വന്നില്ലേ? വേറെ ആര് വരാനായിട്ടാ? മനസ്സിലായി, നീതുവിനെ കുറിച്ചായിരിക്കില്ലേ, നീതു വന്നില്ല എന്ന് പറഞ്ഞു. വന്നാലും ഇങ്ങോട്ട് കയറത്തില്ലല്ലോ, കഴിഞ്ഞ ദിവസം പോയിട്ട് ഇതിലൂടെ ഫോൺ വിളിച്ച് പോവല്ലേ ചെയ്തേ, ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലോ. എങ്ങനെ നോക്കാനാ, ഹരീഷ് എന്ന സ്വഭാവം അങ്ങനെയല്ലേ, നല്ലൊരു പെങ്കൊച്ചായിരുന്നു, അതോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ ഏത് പെങ്കൊച്ചാ തിരിഞ്ഞു നോക്കുന്നേ, ഇത്ര നല്ല സ്നേഹമായിട്ട് വന്നിട്ട് അതിനൊരു പുച്ഛഭാവം അല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു നീ അത്ര പുച്ഛിക്കൊന്നും വേണ്ട, അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടേ അവള് വരുമെന്ന് പറഞ്ഞു. പിന്നെ വരും നോക്കിയിരുന്നോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നീതു അങ്ങോട്ടേക്ക് വന്നു. നീതു ആദ്യം അങ്ങോട്ട് കയറാൻ കൂട്ടാക്കില്ല. പിന്നീട് ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ വീട്ടിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്, ഇത്രയും ദിവസം നാളെ ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി എന്തിനു വേണ്ടിയാ ഞാൻ മാറ്റി വെക്കുന്നേ, ഒരുത്തന്റെ പുറകെ ഞാൻ കുറെ നടന്നു, അവൻ എന്റെ വേണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ വരുന്ന ആലോചനയൊക്കെ മുടക്കുന്നേ, നല്ല ഒന്നാം തന്നെ ആലോചന, വലിയ പൈസ ടീമാന്ന് അച്ഛൻ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പം
ഹരീഷൻ പിന്നെ വന്നത് തന്നെ ഭയങ്കര ആലോചന വന്നത് തന്നെ. എന്താ, എനിക്ക് ആലോചന വരത്തില്ലേ? എന്നെ കാണാൻ കൊള്ളത്തില്ലേ? സൗന്ദര്യമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛന് ഒരേ ഒരു നിർബന്ധം, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കല്ലേ. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരുടെയും കയ്യിൽ എന്നെ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ ഞാനും തടസ്സം നിൽക്കാൻ പോയില്ല. നാളെ പെണ്ണ് കാണാൻ വരുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, വല്ലാതെ ആയിപ്പോയി. ആ സമയം നീതു പറഞ്ഞു, ഇതൊന്ന് പറയണമെന്ന് കരുതി വന്നാ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, കുറച്ചാൾ കഴിയുമ്പോൾ കണ്ടു ഞാനേ എന്റെ ഭർത്താവിനോടൊപ്പം ഇതിലൂടെ ബൈക്കിൽ പോകുന്ന ഹരീഷ് ഏട്ടൻ കാണും. അപ്പൊ ഹരീഷ് ഏട്ടൻ ചിന്തിക്കും, ഓ ഇത്ര നല്ലൊരു പെണ്ണിനെയാണല്ലോ ഞാൻ കൈവിട്ടേന്ന്. പിന്നെ ഞാനിപ്പോ ചിന്തിച്ചാന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, നമുക്ക് കാണാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. നീതു വെറുതെ പറഞ്ഞ. നീതു ചെന്നിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഹരീഷ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നീതുവിന് മനസ്സിലായി ആൾക്ക് ബുദ്ധിമുട്ടായെന്ന്. ഇത്തിരി ബുദ്ധിമുട്ടട്ടെ, തന്നോട് ചേട്ടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞല്ലേ. എന്നിട്ടാണ് ഉള്ളി നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലായി നീതുവിന്. ഇത്തിരി വിഷമിക്കുന്നല്ലാന്ന് കരുതിയിട്ട് നീതു അങ്ങോട്ടേക്ക് പോവാണ്. ഹരീഷ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം ചന്തു പറഞ്ഞു, കണ്ടില്ലേ, എല്ലാവർക്കും എപ്പോഴും അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഇത്ര നാള് ഹരീഷേട്ടന് അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഹരീഷേട്ടൻ നീതുവിനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇപ്പാണ്ടേ നീതു തിരിഞ്ഞു പോകുന്ന സമയത്ത് ഹരീഷേട്ടൻ പിന്നാലെ ചെയ്യുന്നു. കഷ്ടമുണ്ട്, പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര നാളെന്ന് വെച്ചാൽ ഒരു പെങ്കുച്ചിങ്ങനെ പുറകെ നടക്കുന്നേ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ചന്തു അങ്ങോട്ട് പോയി. ഹരീഷിന് ഭയങ്കര വിഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.